ഏട്ടത്തിയുടെ അച്ഛനും മുത്തശ്ശിയാ. ആഹാ, വാ. കുറച്ച് പലഹാരമായിട്ട് വന്നതാ. വയറ് കാണാൻ വരുന്ന ചടങ്ങിനാണ് സാധാരണ കുറച്ച് പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എന്നാൽ ഇവിടെ ഞങ്ങൾ ആ പതിവൊക്കെ ഇങ്ങ് തെറ്റിക്കുക. ഇനി മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓ, അതുപോലെ തന്നെ 7-ാം മാസം വരെ കാത്തിരിക്കത്തൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വന്ന് മോളെ അങ്ങ് വിളിച്ചോണ്ട് പോകും. അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അമ്മേ. മാഹി, 1ാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോവാ. ഇവള് ഭാഗ്യവതിയാടാ പ്രതാപ. പിന്നല്ലാതെ. ആദ്യത്തെ കുഞ്ഞിനെ ഇവളും കണ്ണനൂടങ്ങ് എടുത്തോട്ടെ. എടുത്തോട്ടെ. അല്ല, അവര് ലാളിച്ചങ്ങ് വളർത്തിക്കോട്ടെ. വളർത്തിക്കോട്ടെ. എടേ, ഈ ജന്മം നിനക്കതിനുള്ള ഭാഗ്യം ഉണ്ടാകത്തില്ല. ആ ബോധത്തോടെ എന്റെ കുഞ്ഞിനെയും അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച് ജീവിച്ച നിനക്കൊരു ജീവിതം ഉണ്ടാകും. എനിക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്കറിയാം. അതറിഞ്ഞു വെച്ചോണ്ടാ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ടിനി അതേപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. പിന്നെ കരുണയ്ക്കൊരു കുഞ്ഞ് ജനിച്ചാ അതെന്റെ സ്വന്തം കുഞ്ഞായിട്ടെ വളർത്തൂന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. വലിയ മഹാമനസ്ക, വിശാല ഹൃദയ. അപ്പോഴേ എന്റെ വിശാല ഹൃദയേ, കരുണമോളെ പോയി ഒന്ന് വിളിച്ചോണ്ട് വരുവോ? ചെല്ലേ. ശരി. ഉണ്ണി കൂടെ ഉണ്ടോ? ഉണ്ടമ്മേ. അയ്യോ അയ്യോ പ്രതാപ, പോകല്ലേ പോകല്ലേ, അവിടെ നിന്നേ. അതെ, ഉണ്ണി കൂടെ ഉണ്ടെന്നറിയെങ്കിൽ പിന്നെ നീ എന്തിനടി അങ്ങോട്ട് പോന്നേ? മുത്തശ്ശി പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ ഉടനെ നീ അങ്ങ് പോവോ? ഓ എടി, ഉണ്ണി കരുണമോളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ അങ്ങോട്ട് പോകരുത്. അതെ അതെ, ഇനിയിപ്പോ ഇവളുടെ മനസ്സൊന്ന് ചാഞ്ചാടി തുടങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ടമ്മേ. അനിയത്തിയുടെ കുഞ്ഞിനെ മാത്രം പോരാ, സ്വന്തം കുഞ്ഞിനെ ലാളിക്കണം തോന്നിയാലേ ഇവള് ചിലപ്പോ തെറ്റിയെന്ന് വരും. ഇത്തരം സംസാരങ്ങളൊക്കെ അച്ഛനും മുത്തശ്ശി നിർത്തണം. നിർത്തിയില്ലെങ്കിലോ? നിർത്തിയില്ലെങ്കിൽ നീ എന്തിയോടി? വേണ്ട വേണ്ട പ്രതാപ, വേണ്ട. അയാൾ അറിഞ്ഞ പ്രശ്നമാ. ആ കണ്ണച്ചാര് സിംഹാസനം ഉരുട്ടിക്കൊണ്ടിങ്ങോട്ട് വരും ഉടവാളുമായിട്ട്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം മുത്തശ്ശി. അതാണ് നല്ലത്. വരുന്ന രണ്ടാളും. മുത്തശ്ശി അയ്യോ, നിക്ക് നിക്ക്, അവിടെ നിക്ക്, അവിടെ നിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. പതുക്കെ പതുക്കെ, ഈ സ്റ്റെപ്പൊക്കെ പതുക്കെ ഇറങ്ങണം. ഈ ആദ്യ മാസങ്ങളെ വളരെ സൂക്ഷിക്കണം. പതുക്കെ പതുക്കെ പതുക്കെ, പതുക്കെ പതുക്കെ പതുക്കെ, അങ്ങനെ. കൺഗ്രാചുലേഷൻ ഉണ്ണിമോനെ. എടാ, നീ മിടുക്കനാടാ. മോൻ മിടുക്കനായതുകൊണ്ടല്ലേ നമ്മള് മോനെ തന്നെ മതിയെന്ന് ആദ്യത്തെ കൂടിക്കാഴ്ച തന്നെ തീരുമാനിച്ചേ.
ആ പിന്നെ ഇടയ്ക്ക് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിപ്പോയി. അത് നമ്മുടെ ധാരണ പ്രശ്നക. ഈ വീടിന്റെ കൺട്രോൾ മുഴുവനും മോനായിരിക്കുന്നു ഞങ്ങളുടെ ധാരണ. വാമേട്ടനും അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞേ. അത് മുഴുവൻ ചളവളോ അതിന്റെ ഒരു സങ്കടം മാത്രമേ ഞങ്ങൾക്കുള്ളൂ.